അമ്പലത്തിൽ പോയാൽ സിദ്ധുവിന് ഷർട്ട് ഊരാൻ ഒട്ടും ഇഷ്ടമല്ല. ദിവസവും 15 പുഷപ്പ് എടുക്കുന്ന തന്റെ സ്റ്റീൽ ബോഡി കണ്ട പെണ്ണുങ്ങൾക്ക് കാണാനുള്ളതല്ലത്രേ. ഊരി തോളിൽ തൂക്കിയിട്ടാലും അവൻ തന്റെ മേല് ഷർട്ട് കൊണ്ട് മാക്സിമം മറച്ചു പിടിക്കും. അതോടെ സിദ്ധുവിന്റെ ശ്രദ്ധ മാറും, പതിവ് മന്ത്രങ്ങൾ തെറ്റും. സർവമംഗള മംഗല്യേ ശിവേ ഷർട്ടൂരി പോകല്ലേ നമോസ്തുതേ. കുട്ടികൾക്ക് മാത്രമായി തിരുമേനി വാത്സല്യത്തോട് കൊടുക്കുന്ന ക്രിസ്റ്റൽ കൽക്കണ്ടം വാങ്ങാൻ കൈനീട്ടിയപ്പോൾ സിദ്ധു ഷർട്ടിൽ നിന്ന് അറിയാതെ പിടിവിട്ടു. കൽക്കണ്ടം വായിലിട്ട് നുണയുമ്പോഴാണ് അവൻ ഞെട്ടലോടെ ഓർത്തത്, തന്റെ ബോഡി തൊഴാമെന്ന പെണ്ണുങ്ങൾ കണ്ടു കാണൂല ഈശ്വരാ. അപ്പോൾ അതുവഴി ഒരാൾ കസവ് നേരിത് പുതച്ച് ശ്രീകോവിലിൽ വലം വെക്കുന്നത് സിദ്ധു കണ്ടു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ സിദ്ധു ചോദിച്ചു, അപ്പേ അതെന്നാ അമ്പലത്തിൽ പുതപ്പ് പുതച്ചോണ്ട് വരാവോ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഷാള് പുതച്ച് അമ്പലത്തിൽ കയറാം സിദ്ധു. അവന് വല്ലാത്ത ദേഷ്യം വന്നു. മേല് മൊത്തം പുതച്ച് കയറാമെങ്കിൽ പിന്നെ ഷർട്ടിട്ടാലെന്താ? ഞാൻ വേഗം നീട്ടി വലിച്ച് അമ്പലത്തിന് വലം വെച്ചു. അവൻ വിട്ടില്ല. ഇനി ഞാൻ ഷർട്ട് ഊരത്തില്ല കേട്ടോ. അമ്പലത്തിൽ വന്ന കാശും കൊടുക്കണം, തുണി ഊരി കാണിക്കണം. തിരിച്ചു പോരും വഴി ഞാനൊന്ന് താത്വികമായി വിശദീകരിക്കാൻ നോക്കി. ആചാരങ്ങൾ ലംഘിക്കരുതെന്നാണ് കോടതി പറഞ്ഞത്. സിദ്ധുവിന്റെ ദേഷ്യം അടങ്ങിയില്ല. ആ കറുത്ത കോട്ടിട്ട വവ്വാലുകൾക്കെന്നാ നാണോ മാനോ ഒന്നുമില്ലേ? അമ്പലത്തിൽ ഷർട്ട് ഊരുമ്പോൾ നാണം വരുന്ന കുട്ടികൾക്കായി സമർപ്പിക്കുന്നു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.